ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കംസവധമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗവതത്തിലെ ഭാഗം നന്ദഗോപരുടെ വേർപാട്. ഭഗവാന്റെ കഥകൾ ഭക്തിയോടുകൂടി അവസാനം വരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഭഗവാന് തൻ്റെ ഭക്തരോട് അതിഭയങ്കരമായ സ്നേഹമാണ് എന്ന് എപ്പോഴും ഓർക്കുക. ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ കംസവധം കഴിഞ്ഞു. മാതാപിതാക്കളെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ചു. ഉഗ്രസേന മഹാരാജാവിനെയും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ചു. അതിനുശേഷം ഉഗ്രസേന മഹാരാജാവിനെ മധുരാപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്തു. അമ്മയുടെ കൂടെ ഭഗവാൻ വളരെയധികം സമയം ചെലവഴിക്കുന്ന ആ സന്തോഷകരമായ ഭാഗവുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നന്ദഗോപരുടെ വേർപാട്. എല്ലാം കഴിഞ്ഞു. നന്ദഗോപനെ യാത്രയാക്കാനുള്ള സമയമായി. അതുവരെ അദ്ദേഹം കൃഷ്ണൻ്റെ ആഗ്രഹപ്രകാരം മധുരയിൽ താമസിക്കുകയായിരുന്നു. നന്ദനന്ദനൻ നന്ദഗോപരുടെ അടുത്തു ചെന്ന് വണങ്ങി വിനീതഭാവത്തിൽ വിവർണവദനായി ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, ഇത്രയും കാലം അച്ഛനിവിടെ താമസിച്ചതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജന്മരഹസ്യം മുഴുവനും അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ പെറ്റമ്മയ്ക്കും ജനിപ്പിച്ച പിതാവിനും എന്നെ ഒരു നാഴിക പോലും വളർത്തുവാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളായി എന്നെ ലാളിച്ചു വളർത്തിയത് നിങ്ങളാണ്. എന്നെ കൊണ്ടുള്ള ദുസ്സഹങ്ങളായ ഉപദ്രവങ്ങൾ സർവവും സഹിച്ചതും നിങ്ങളാണ്. എൻ്റെ പെറ്റമ്മയുടെ മുല എനിക്ക് വേണ്ടി ഒരിക്കലും ചുരത്തിയിട്ടില്ല. എൻ്റെ വളർത്തമ്മയുടെ മുലയുണ്ടാണ് ഞാൻ വളർന്നത്. സ്വന്തം പുത്രനാണെന്നു കരുതി വളർത്തമ്മ എന്നെ വളർത്തി. സ്വന്തം അമ്മയാണെന്ന് ഞാനും കരുതി. അതുപോലെ അച്ഛനും. വിധി ഇപ്പോൾ നേരെ മറിഞ്ഞു വീണിരിക്കുന്നു. ഇതിനെന്ത് പ്രതിഫലമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഭക്തിപൂർവകമായ പ്രണാമം അതുമാത്രമാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് നൽകാനുള്ളത്. അമ്മയുടെ പവിത്രമായ പാദങ്ങളിലും ഞാൻ വിനീതമായി പ്രണമിച്ചതായി അച്ഛൻ പറയണം. ഞാൻ കൊച്ചു പൈതലായിരിക്കുന്ന കാലത്ത് ഓരോ ദുഷ്ടന്മാർ വന്ന് എന്നെ കൊല്ലുവാനൊരുങ്ങിയപ്പോൾ അച്ഛനും അമ്മയും തിന്ന തീയ് അതിനെന്ത് പ്രതിഫലം തന്നാൽ മതിയാകും. ഇപ്പോൾ ഇവിടുത്തെ ഈ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞങ്ങളെക്കുറിച്ചോർത്ത് അങ്ങ് സങ്കടപ്പെടണ്ട. സുഖമായി അവിടെ പോയി താമസിക്കുക. സർവവിവരങ്ങളും പറഞ്ഞ് അമ്മയെയും അച്ഛൻ സമാധാനിപ്പിക്കണം. എൻ്റെ സഖികളായ ഗോപബാലന്മാരും ഗോപികമാരും എന്നെയോർത്ത് ദുഃഖിക്കരുതെന്ന് അച്ഛൻ പറയണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയാക്കിയിട്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടുകൊള്ളാം. യശോദ നന്ദഗോപന്മാരുടെ ലാളനയും ഗോപികളുടെ സ്നേഹവും ഗോകുലത്തിലെ ജീവിതവും വൃന്ദാവനവും കാളിന്തിയും ഞാൻ മറക്കുകയില്ല. ഞാൻ ദേവകി വസുദേവന്മാരുടെ പുത്രനാണെങ്കിലും ഞാൻ എന്നും യശോദ നന്ദഗോപന്മാരുടെ പുത്രൻ കൂടിയാണ്. ഞാൻ യാദവനാണെങ്കിലും ഗോപകുമാരനാണ്. ഗോകുലമാണ് എൻ്റെ ജന്മനാട്. അതൊന്നും എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല.
എൻ്റെ മഞ്ഞമുണ്ടുകളും കിങ്ങിണി, വള, നൂപുരം തുടങ്ങിയ ആഭരണങ്ങളും കളിസാധനങ്ങളും വില്ലും കാലിക്കോലുമെല്ലാം പ്രത്യേകം സൂക്ഷിച്ചു വെക്കണമെന്ന് അമ്മയോട് പറയണം. ആരും അതെടുത്ത് കേടുവരുത്തുവാൻ സമ്മതിക്കരുത്. പശുക്കളും ഗോപികളുമെല്ലാം എൻ്റെ ഓടക്കുഴൽ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വേണുനാദം ആരും കേൾക്കുകയില്ല. വൃന്ദാവനം വെടിഞ്ഞപ്പോൾ ഓടക്കുഴലും ഞാൻ കൈവെടിഞ്ഞു. എൻ്റെ കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ കരയും. അച്ഛൻ കരയാൻ സമ്മതിക്കരുത്. എനിക്കുള്ള വെണ്ണയും പാലും അമ്മ ഇനി ആർക്കു കൊടുക്കും? അതോർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു. ഞാൻ ഇങ്ങനെ ഒരു പരാധീനക്കാരനായിപ്പോയി. എന്തു ചെയ്യാം? അച്ഛാ, സമാധാനത്തോടു കൂടി പോവുക. ഞാൻ അവിടെ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാം. ഒരു കാര്യം അച്ഛൻ അമ്മയോട് പ്രത്യേകം പറയണം. അമ്മ തന്ന പാലും വെണ്ണയും ഇപ്പോഴും എൻ്റെ ഉദരത്തിലുണ്ടെന്ന്. ഇങ്ങനെ അനുനയ വാക്കുകൾ ഉര ചെയ്ത് അരവിന്ദ നയനൻ നന്ദഗോപരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. രാമനും താതപാദങ്ങളിൽ പ്രണമിച്ചു. നന്ദൻ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. മൂർധാവുകളിൽ മാറി മാറി ചുംബിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ചുടുബാഷ്പകണങ്ങൾ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ആത്മാവിൻ്റെ ആത്മാവായി വളർത്തിയ ആത്മജനെ പിരിയാൻ പോകുന്ന ഒരു പിതാവിൻ്റെ ഹൃദയവേദന എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? സങ്കീർണമായ എന്തെല്ലാം വികാര തരംഗങ്ങളാണ് ആ ഹൃദയത്തിൽ അല തല്ലിയതെന്ന് പറയുവാൻ വയ്യ. 9.5 വർഷം അമ്പാടിയെയും ഗോകുലത്തെയും സ്വർഗമാക്കി ചമച്ചുകൊണ്ട് വിളയാടിയ ഓമനക്കണ്ണൻ്റെ കഥകൾ മുഴുവനും നന്ദഗോപരുടെ സ്മരണമണ്ഡലത്തിൽ ഉദിച്ചു. മുല കുടിച്ച് പൂതനയെ വധിച്ചതും ചാടിനെ തകർത്തതും മരുതുമരങ്ങൾ വീഴിച്ചതും ഗോവർദ്ധനം പൊക്കി കുടയായി പിടിച്ചതും കാളിയനെ മർദ്ദിച്ചതും പൂർണ്ണചന്ദ്രനെ കണ്ട് അച്ഛാ, എനിക്ക് ആ സ്വർണപ്പഴം പറിച്ചു തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ ചന്ദ്രബിംബം തനിയെ താഴെ വന്ന് കുഞ്ഞിക്കൈയിലിരുന്നതുമെല്ലാം നന്ദഗോപൻ ഇന്നലെ കണ്ടതുപോലെ ഓർമ്മിച്ചു. അങ്ങനെ പലതും ഓർമ്മിച്ചു. ഓർമ്മിക്കാനേ ഉള്ളൂ, ഇനി മറക്കാനൊന്നുമില്ല. ഗദ്ഗദം കൊണ്ട് ആ പിതാവിന് ഒന്നും മിണ്ടാൻ വയ്യാതെയായി. മക്കളെ പലവുരു ആലിംഗനം ചെയ്ത് വേണ്ട അനുഗ്രഹങ്ങൾ ആ പാവം പിതാവ് നൽകി. ആലോലമൊഴുകുന്ന കണ്ണുനീരോടുകൂടി ആ വൃദ്ധൻ മറ്റു ഗോപാല ബാലന്മാരും ഒരുമിച്ച് വണ്ടിയിൽ വന്നു കയറി. ഗോകുലത്തിൽ നിന്നും വന്ന വണ്ടികൾ നിറയെ പൊന്നും പണവും വസ്ത്രങ്ങളും ആഭരണങ്ങളും അച്ഛന് അച്യുതൻ കൊടുത്തയച്ചു. കൂട്ടുകാരായ ഗോപബാലന്മാർക്കും തൃപ്തിയാകുവോളം വസ്ത്രധനാദികൾ വസുദേവൻ നൽകി അവരെയും പ്രീതരാക്കി. ചാടുകൾ സാവധാനം നീങ്ങിത്തുടങ്ങി. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നന്ദൻ ആ വണ്ടിയിൽ ഇരിക്കുകയാണ്. സങ്കടം കൊണ്ട് ആ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പുറകെ വന്ന് ഇപ്രകാരം അരുളി ചെയ്തു: അച്ഛാ, അമ്മയ്ക്കും ഗോപിമാർക്കും ഇഷ്ടമുള്ള വസ്ത്രാഭരണങ്ങൾ ഇതിൽ നിന്നും കൊടുക്കണം. ഗോപന്മാർക്കും വേണ്ട ധനസഹായങ്ങൾ ചെയ്യണം. അതിനുള്ള വകകളെല്ലാം ഈ വണ്ടിയിൽ ഞാൻ വെപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്മരണയ്ക്കായി ഞാൻ നൽകുന്ന സമ്മാനമാണ് ഇതെന്ന് അവരോട് അച്ഛൻ പറയണം. ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടും നിലയ്ക്കാത്ത നെടുവീർപ്പുകളോടും കൂടി നന്ദഗോപൻ യാത്ര തിരിച്ചു. അദ്ദേഹം ഇരുന്ന വണ്ടി നീങ്ങിത്തുടങ്ങി.
ഗോപാലബാലന്മാർ ചാടുകളിൽ ഇരുന്നു കൊണ്ട്, കൃഷ്ണ, ഞങ്ങൾ പോകട്ടെ, വേഗം വരണം, ഞങ്ങൾ നിന്നെ കാത്തിരിക്കും. നിന്നെ കൂടാതെ കാളിന്തി തീരത്തിലേക്ക് ഞങ്ങളിനി പോവുകയില്ല. ഞങ്ങളെ നീ മറക്കരുത്, ഞങ്ങൾ പോകുന്നു, നീ വേഗം വരണം എന്ന് ഇടറുന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. വേർപാടിൻ്റെ വേദന നിറഞ്ഞ ഒരു വിലാപരംഗമായിരുന്നു അത്. ആകാശത്തു നിന്നും നാരദമുനി ആ വിയോഗം കണ്ട് എല്ലാം ചിന്മയൻ്റെ മായാലീലകൾ എന്ന് തന്നെത്താൻ മന്ത്രിച്ച് പുളകമണിഞ്ഞു. ഏതാനും വാസരങ്ങൾ കഴിഞ്ഞ് വസുദേവൻ കുലഗുരുവായ ഗർഗമുനിയെയും വേദങ്ങൾ നല്ലവണ്ണം ഗ്രഹിച്ചിട്ടുള്ള ബ്രാഹ്മണന്മാരെയും വരുത്തി പുത്രന്മാരുടെ പൂണൂൽ കല്യാണ മഹോത്സവം ഭംഗിയായി നടത്തി. രോഹിണിയും അപ്പോൾ ഗോകുലത്തിൽ നിന്നും വന്ന് മധുരയിൽ വസുദേവ മന്ദിരത്തിൽ താമസമാക്കിയിരുന്നു. കൃഷ്ണൻ ജനിച്ച അവസരത്തിൽ കാരാഗൃഹത്തിൽ വെച്ചു നേർന്ന വഴിപാടുകളും ദാനങ്ങളും വസുദേവൻ ആ ഉപനയന കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നടത്തി ആ കടം തീർത്തു. ഉഗ്രസേനൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടന്നത്. കുമാരന്മാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലമായി എന്നു കണ്ട് വസുദേവർ അവരെ നല്ല ഒരു മുഹൂർത്തത്തിൽ വേദജ്ഞനും സർവവിജ്ഞാന പണ്ഡിതനുമായ സാന്ദീപനി എന്ന മുനിപുങ്കവൻ്റെ ഗുരുകുല ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി. അവന്തി രാജ്യത്തിലായിരുന്നു ആ ഗുരുകുല ആശ്രമം. വേദങ്ങൾ, വേദാന്തസാരങ്ങൾ, വിജ്ഞാനശാസ്ത്രങ്ങൾ, ധർമ്മ സംഹിതകൾ, പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങിയ ആധ്യാത്മിക ജ്ഞാനോപദേശങ്ങളും ധനുർവേദാദി സർവ ആയുധ വിദ്യകളും സൂതധർമ്മങ്ങളും ആചാര്യനായ മഹർഷിവര്യൻ സർവജ്ഞന്മാരായ വസുദേവന്റെ പുത്രന്മാരെ പഠിപ്പിച്ചു. 64 ദിവസം മാത്രമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുകുല വാസം. അത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രയേറെ വിദ്യകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ലോകബോധ്യത്തിനു വേണ്ടി സർവജ്ഞനായ അദ്ദേഹം ഗുരുകുലവാസം അനുഷ്ഠിച്ചു എന്നു മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വിദ്യകൾ അഭ്യസിക്കുന്നതായി അദ്ദേഹം നടിക്കുന്നു. ഇതും ഭഗവാന്റെ മറ്റൊരു ലീല. യഥാർത്ഥത്തിൽ സന്ദീപനിയിൽ നിന്നും ഭഗവാൻ പഠിച്ചത് സാങ്കോപാംഗമായ വേദമായിരുന്നു. അതും ആചാര്യന് വേണ്ടി അദ്ദേഹം പഠിച്ചു എന്നേ ഉള്ളൂ. ഗുരുകുലവാസകാലത്ത് മുരളീധരൻ്റെ ഏറ്റവും സ്നേഹമേറിയ സതീർത്ഥ്യൻ കുചേലൻ എന്ന സാധു ബ്രാഹ്മണ കുമാരനായിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് സദാ കൂട്ടുകാരായി നടന്നിരുന്നു. സർവൈശ്വര്യ സമ്പൂർണനായ കൃഷ്ണനും പരമദരിദ്രനായ കുചേലനും. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. വളരെ വളരെ പ്രത്യേകതയുള്ള ഗുരുദക്ഷിണ എന്ന ഭാഗമാണ് അടുത്ത ദിവസങ്ങൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് പറയാം. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കേൾക്കാനും സാധിക്കും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ചെറിയ ഒരു ത്രോട്ട് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയാനായി ഞാൻ ശ്രമിക്കാം. അഥവാ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കുക. ഞാൻ കമ്മ്യൂണിറ്റിയിൽ കഥകളുടെ ലിങ്ക്, ഓരോ ദിവസവും കേൾക്കാനുള്ള കഥകളുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം.
പഴയ കഥകൾ. കാരണം ഇനിയിപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളൊക്കെ വരുന്നു. ആ ദിവസത്തെ കഥകളൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആ ദിവസത്തെ കഥകൾ കേൾക്കേണ്ടുന്ന അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഒരു തരത്തിലെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും. പിന്നെ തീരെ വയ്യെങ്കിൽ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഒരു ചെറിയ തൊണ്ടവേദന ഇപ്പോൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.